നടിയും സാമൂഹിക ചിന്തകളും തുറന്നു പറയുന്ന വ്യക്തിയുമായ സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളും പ്രതിഷേധങ്ങളും കണ്ടപ്പോൾ തന്റെ വികാരങ്ങൾ മറച്ചുവെക്കാതെ പൊതുവേദിയിൽ തുറന്നു പറയുകയാണിപ്പോൾ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വരി ഉദ്ധരിച്ച് ആരംഭിച്ച അവരുടെ കുറിപ്പ് വെറും വ്യക്തിപരമായ പിന്തുണയില്ലായിരുന്നു, മറിച്ച് സമൂഹം ഇപ്പോൾ എങ്ങനെ മുൻകൂട്ടി വിധികളെ ഇടപെട്ട് ഒരാളെ കുറ്റക്കാരനാക്കുന്നു എന്നതിനെതിരെ ഉയരുന്ന വലിയൊരു സാമൂഹിക വിമർശനമായിരുന്നു. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സമ്മർദ്ദത്തിൽ കേസ് പോലും ഇല്ലാത്ത ഘട്ടത്തിൽ ഒരു വ്യക്തിയെ കുറ്റക്കാരൻ എന്ന് മുദ്രകുത്തി അവന്റെ വ്യക്തിത്വവും ജീവിതവും തകർത്തു കളയുന്ന സാഹചര്യത്തെ കുറിച്ചായിരുന്നു അവരുടെ വാക്കുകൾ. തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പലരും പേടിക്കുന്ന സമയത്ത് സീമ മനസ്സിൽ തോന്നിയത് മറച്ചു വെക്കാതെ പറഞ്ഞു തീർക്കാനുള്ള ധൈര്യമാണ് സമൂഹത്തിൽ ഇപ്പോൾ കുറവാണെന്നുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. സീമയുടെ വാക്കുകളിൽ ഏറ്റവും പ്രാധാന്യം നേടിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. രാഷ്ട്രീയത്തിലെ വലിയൊരു നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ അവസാന വർഷങ്ങൾ ലൈംഗികാരോപണങ്ങളുടെ പേരിൽ എങ്ങനെ വേദന നിറഞ്ഞതായിരുന്നു എന്ന് ഓർത്തെടുക്കുകയാണ് സീമ. തിരഞ്ഞെടുപ്പിന് മുന്നേ ചിലർ നുണബോംബുകൾ പൊട്ടിച്ചിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരാളെ സദാചാരപരമായി തകർക്കുന്ന രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന രീതികളെ സീമ ശക്തമായി വിമർശിക്കുകയാണ്. മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും എതിരാളികളും ചേർന്ന് ഒരാളെ വേട്ടയാടുന്ന സാമൂഹിക നാടകങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണം പറഞ്ഞ് ഇന്ന് രാഹുൽ മാങ്കൂട്ടൻ നേരിടുന്ന സാഹചര്യം പുതുമയുള്ളതല്ല, മറിച്ച് പഴയ രീതികളുടെ ആവർത്തനമാണ് എന്ന് അവർ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉത്തരവാദിത്തം ഇരുവശത്തേക്കുമാണെന്ന നിലപാടാണ് സീമ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നത് നീതിയല്ലെന്ന് അവർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അശ്ലീല ചാറ്റുകളും സ്വകാര്യ ബന്ധങ്ങളും ഇരുവശവും ചേർന്നാണ് നടക്കുന്നത്.